ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. ഗൗരഭാഗവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഗൗരഭാഗവത്തിൻ്റെ നിർണായക ഘട്ടങ്ങൾ നമ്മൾ കുറേ ചർച്ച ചെയ്തു. ഭഗവാൻ അലാൽനാഥ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതും അവിടെ ഭഗവാന്റെ വിരഹത്താൽ ഭഗവാൻ തന്നെ, കാരണം ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെ ഭഗവാന്റെ ഭക്തനായിട്ട് അവതരിക്കുകയാണ്. അപ്പോൾ ആ ഭക്തന്റെ വിരഹമൊക്കെ ഭഗവാൻ പ്രകടിപ്പിക്കുകയാണ്. അതൊരു അഭിനയമല്ല, ഭഗവാൻ യഥാർത്ഥത്തിൽ ആ ഭക്തിരസത്തെ അനുഭവിക്കുകയാണ്. അലാൽനാഥ് ക്ഷേത്രത്തിൽ ഭഗവാൻ ചെന്നപ്പോൾ, ഭഗവാനെ കണ്ടപ്പോൾ ആ വിരഹത്താൽ ഭഗവാൻ ഓടിച്ചെല്ലുകയാണ്. ആ ഓടിച്ചെല്ലുന്ന സമയത്ത് ഭക്തിഭാവത്തിൽ നിമഗ്നനായി ഭഗവാൻ ബോധം കെട്ട് വീഴുകയാണ്. അന്നേരം ആദ്യമായിട്ട് ഒരാൾ കേൾക്കുമ്പോൾ ഭഗവാന് ബോധം കെട്ട് വീഴുമോ, ഇതെന്ത് ഭഗവാനാണ് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഭഗവാൻ എന്തുകൊണ്ട് ബോധം കെട്ടുകൂടാ? ഭഗവാനല്ലേ, ഭഗവാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉദാഹരണത്തിന് വെണ്ണ മോഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ ഭഗവാൻ? പക്ഷെ എന്നിട്ടും ഭഗവാൻ വെണ്ണ മോഷ്ടിക്കുന്നില്ലേ. ഭഗവാന് ഒരു സാരഥി ആകേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ എന്നിട്ടും ഭഗവാൻ സാരഥി ആകുന്നില്ലേ. ഭഗവാന്റേതാണ് ഈ പ്രപഞ്ചം മുഴുവനും, എന്നിട്ടും ഭഗവാൻ ഒളിച്ചും പാത്തും ഗോപികമാരെ കാണുന്ന ആ ലീലയും കാണിക്കുന്നില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം സർവ്വതും ഭഗവാന്റെയാണ്. പിന്നെ ഭഗവാൻ ഒളിച്ചും പാത്തും കാണേണ്ടത് ആവശ്യം എന്താണ്? എല്ലാം ഭഗവാന്റെ രസങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ പറയല്ലേ, എന്തിനാ ഇത് ചെയ്തത്? അതൊരു ചുമ്മാ ഒരു രസത്തിന്. അതേപോലെ ഭഗവാനും രസങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, ആനന്ദം. ഭഗവാൻ ഭക്തരുമായിട്ട് പല പല ലീലകൾ ചെയ്യുമ്പോഴാണ് ഭഗവാൻ ഒരു ആനന്ദം കിട്ടുന്നത്. അന്നേരം ആ ആനന്ദത്തെക്കുറിച്ച്, ആ ലീലകളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും ഒരു ആനന്ദം കിട്ടും. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യേണ്ട വ്യക്തികളാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എപ്പോഴാണോ നമ്മൾ ഭഗവാന്റെ ആനന്ദത്തിൽ നമ്മൾ ആനന്ദിക്കുന്നത്, അപ്പോൾ നമുക്ക് യഥാർത്ഥ ആനന്ദം ലഭിക്കും. അതായത് ഒരു നോർമൽ ഉദാഹരണം, പക്ഷെ അത് ആ ഒരു ഉദാഹരണത്തിലോട്ട് നമ്മൾ ഡീപ്പായിട്ട് പോയി മനസ്സിലാക്കണം. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരൻ മുതലാളിയുടെ സന്തോഷത്തിലായിരിക്കുമല്ലോ സന്തോഷം കണ്ടെത്തുന്നു, അല്ലേ? അല്ലാതെ മുതലാളിക്കിട്ട് പാര പണിയാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ അത് മുന്നോട്ട് ആ ജോലിക്കാരന് എന്നേക്കുമായിട്ട് ആ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അന്നേരം മുതലാളിക്ക് എന്തായിരിക്കും സന്തോഷം? ഇവിടെ ക്യാപിറ്റലിസം കമ്മ്യൂണിസം നമ്മൾ സംസാരിക്കുന്നതല്ല, പക്ഷെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. കാരണം എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് ഈ ലോകത്ത് പ്രവർത്തിക്കുന്നു. അന്നേരം എന്തായാലും ഒരാൾ ഉന്നത സ്ഥാനത്ത് കാണും, ഒരാൾ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. ഇത് അവരവരുടെ കഴിവിനനുസരിച്ച് എല്ലാവരും ശ്രമിക്കുന്നു. മൊത്തത്തിൽ എല്ലാവരും ഈ കംപ്ലീറ്റ് സിസ്റ്റമിന് വേണ്ടി പ്രവർത്തിക്കും, ഈ ലോകമാകുന്ന സിസ്റ്റമിന് വേണ്ടി. അതിന് ആ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്, ഒരു മുതലാളിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു തൊഴിലാളി, ആ തൊഴിലാളി മുതലാളിയുടെ ഇഷ്ടം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ തൊഴിലാളി, ഈ മുതലാളി ചൂഷണം ചെയ്യാത്ത ആളാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. തൊഴിലാളിയെ പറ്റിക്കാത്ത ആളാണ്. തൊഴിലാളിയെ മകനെ പോലെ സ്നേഹിക്കുകയാണ്, സ്വന്തം മകനെ പോലെ തൊഴിലാളികളെ സ്നേഹിക്കുന്ന ഒരു മുതലാളി. ഓക്കെ, അന്നേരം എല്ലാം കൊണ്ടും ആ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ്? ആ മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക, ആ വ്യക്തിയുടെ സന്തോഷത്തിൽ നമ്മുടെ സന്തോഷം കണ്ടെത്തുക. അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും? മുതലാളിക്കും സന്തോഷം, തൊഴിലാളിക്കും സന്തോഷം. അതേപോലെ നമ്മുടെ എല്ലാവരുടെയും മുതലാളിയാണ് ഭഗവാൻ. നമ്മൾ ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മുതലാളിയാണ്, ഉടയോനാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അദ്ദേഹത്തിന്റെ സേവനം ചെയ്യുക എന്നതാണ്. എന്നാൽ ഈ ഒരു പരമാർത്ഥത്തെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഭഗവാൻ സ്വയം ഒരു തൊഴിലാളിയായിട്ട് വരികയാണ്. അതായത് മുതലാളി തന്നെ ഒരു തൊഴിലാളിയായിട്ട് തൊഴിലാളികളുടെ ഇടയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ചൈതന്യ മഹാപ്രഭു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടയവനായിട്ടുള്ള ഭഗവാൻ തന്നെ ഭഗവാന്റെ ഭക്തനായിട്ട് ഈ പ്രപഞ്ചത്തിൽ വരികയാണ്. അത്രയ്ക്ക് രസകരമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ. എന്നാൽ ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ഭക്തർ ഗൗരഭാഗവതം ആദ്യത്തെ ഭാഗം മുതലെല്ലാം കേട്ട് ശ്രമിക്കുക. ആദ്യത്തെ ഭാഗം മുതൽ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുകയാണ്. എന്നാലും നിങ്ങൾക്ക് കേൾക്കാൻ ശ്രമിക്കാം, മനസ്സിലാക്കാൻ ശ്രമിക്കാം.
എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം മുതൽ ഒന്നും കൂടെ കേൾക്കാം. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഗൗരഭാഗവതം ചർച്ച ചെയ്യുന്നു? കാരണം 14-ാം തീയതി ഗൗര പൂർണിമയാണ്. ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം ഗൗർ പൂർണിമ വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ഗൗർ പൂർണിമ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അന്നത്തെ ദിവസം ചന്ദ്രോദയം വരെ നിങ്ങൾ ഉപവാസം ഇരുന്ന് ഭഗവാന്റെ നാമമൊക്കെ ജപിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നടക്കും. തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ ദ്രോഹിക്കുക, വിഷമിപ്പിക്കുക എന്നൊന്നും ആയിരിക്കരുത്. നന്മയുള്ള ഏതൊരാഗ്രഹവും നിങ്ങൾ അന്നത്തെ ദിവസം ആ ഒരു സങ്കല്പം എടുക്കുകയാണ്. അതായത് 13-ാം തീയതി വൈകുന്നേരത്ത് നിങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട്, ഭഗവാനെ നാളെ ഗൗർ പൂർണിമയാണ്, അതുകൊണ്ട് നാളെ അങ്ങയുടെ സന്തോഷത്തിനായിട്ട് ഞാൻ വ്രതം എടുക്കുകയാണ്. എൻ്റെ ഈ ഒരു കാര്യം അങ്ങ് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് നടത്തി തരണേ ഭഗവാനെ. ഞാൻ മറ്റാരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല, എൻ്റെ ഈ പ്രശ്നം ഒന്ന് മാറിക്കിട്ടണേ. ഞാൻ വാക്ക് നൽകുന്നു, ഇനി ജീവിതകാലം മുഴുവൻ അങ്ങയുടെ തിരുനാമം ഞാൻ ജപിച്ചുകൊള്ളാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഇത് ഞാൻ 108 പ്രാവശ്യം എല്ലാ ദിവസവും ജപിച്ചുകൊള്ളാം. പഞ്ചതത്വ മന്ത്രം ഒരു പ്രാവശ്യം ജപിക്കാം. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഈ പഞ്ചതത്വ മന്ത്രം ഒരു പ്രാവശ്യം ജപിക്കുകയും 108 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുകയും എന്നൊരു പ്രതിജ്ഞയും കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, പിന്നെ പറ്റുമെങ്കിൽ സസ്യബുക്കായിട്ട് ഇരിക്കും എന്നൊരു പ്രതിജ്ഞയും കൂടെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് നൽകുന്നു, ഏത് നടക്കാത്ത കാര്യവും നടക്കും. അത്രയ്ക്ക് ശക്തമാണ് ഗൗർ പൂർണിമ വ്രതം. അതുകൊണ്ട് ഈ ഗൗർ പൂർണിമയിൽ പിന്നെ നമ്മുടെ സത്സംഗത്തിൽ ഒരുപാട് ഭക്തർ 16 പ്രാവശ്യം 108 മാല ജപിക്കുന്ന ഭക്തരുണ്ട്. നിങ്ങൾക്കും 16 മാല ജപിക്കുന്നവർ അന്നത്തെ ദിവസം 32 മാല ജപിക്കാൻ ശ്രമിക്കാം, 64 മാല ജപിക്കാൻ ശ്രമിക്കാം. ചൈതന്യ മഹാപ്രഭുവിന് ഏറ്റവും ഇഷ്ടം നാമജപമാണ്, നാമസങ്കീർത്തനമാണ്. നിങ്ങൾ ഇവിടെ ഗുരുവായൂരിൽ നമ്മുടെ ആശ്രമത്തിൽ വരാൻ കഴിയുമെങ്കിൽ ഇവിടെ വന്ന് സങ്കീർത്തനം ചെയ്യാം, പ്രചരണത്തിൽ പങ്കെടുക്കാം. ഭഗവാന് നാമം ജപിക്കുന്നതും സങ്കീർത്തനം ചെയ്യുന്നതും പ്രചരണം ചെയ്യുന്നതാണ് ചൈതന്യ മഹാപ്രഭുവിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുക. അവിടെ ചുറ്റുപാടിലും ഭക്തരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നാമസങ്കീർത്തനം ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഈ ഗൗർ പൂർണിമയിൽ പങ്കെടുക്കുക. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് 14-ാം തീയതി ഗൗർ പൂർണിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗൗർ പൂർണിമ വ്രതം അനുഷ്ഠിക്കേണ്ട രീതി സൂര്യോദയം മുതൽ നിർജ്ജല വ്രതമായിരിക്കണം. വെള്ളം പോലും കുടിക്കാൻ പാടില്ല, ചന്ദ്രോദയം വരെ. എന്നിട്ട് അതിനുശേഷം ഏകാദശിക്ക് നമ്മൾ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് അതേപോലെ കഴിക്കാം. ഫലമൂലാദികൾ കഴിക്കാം, ചാമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് പിറ്റേ ദിവസം സൂര്യോദയത്തിന് ശേഷം നിങ്ങൾക്ക് വ്രതം മുറിക്കാം. അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ് പൊതുവെ ഗൗർ പൂർണിമ ആഘോഷിക്കേണ്ടത്. മാക്സിമം ജപിക്കുക, സംഗീതത്തിൽ പങ്കെടുക്കുക. ഗൗർ പൂർണിമ ഏറ്റവും ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ലീലകളിലേക്ക് കിടക്കാം. പറ്റുന്ന ഭക്തരെല്ലാവരും ഗുരുവായൂർ വരാൻ ശ്രമിക്കുക. ഗുരുവായൂർ ആശ്രമത്തിൽ നിങ്ങൾക്ക് ഗൗർ പൂർണിമ ആഘോഷത്തിൽ പങ്കെടുക്കാം. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വ്രതമൊക്കെ എടുക്കാൻ പറ്റും. കാരണം ഭക്തരുമായിട്ട് കീർത്തനമൊക്കെ ചെയ്ത് സേവനമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വ്രതത്തിലാണെന്ന് നിങ്ങൾക്ക് പോലും ഓർമ്മ കാണിക്കില്ല. അങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിർജ്ജല വ്രതമൊക്കെ എടുക്കാൻ പറ്റും. ഇനി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന ലീല വളരെ പ്രധാനപ്പെട്ട ലീലയാണ്. ഞാൻ ഇന്നലെ രാവിലെയും പറഞ്ഞിരുന്നു, ആരാണോ ഈ ലീല ശ്രമിക്കുന്നത്, അതായത് ഇനി ഞാൻ പറയാൻ പോകുന്ന ലീല, അവർക്ക് ഉറപ്പായിട്ടും ഭഗവാന്റെ അനുഗ്രഹം കിട്ടും എന്നുള്ള അവരുടെ എല്ലാ പാപകർമ്മങ്ങളും മാറി അവർക്ക് കൃഷ്ണാവബോധത്തിലേക്ക് ഉയരാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. ഒരു ഭക്തൻ ചോദിക്കുന്നു, 6:30 വരെയാണോ ഗുരുജി? ഞാൻ അതാ പറഞ്ഞത്, ചന്ദ്രൻ ഉദിക്കുന്നത് നിങ്ങൾ കാണണം. അന്നത്തെ ദിവസത്തെ ചന്ദ്രനെ നിങ്ങൾ കാണണം. 14-ാം തീയതി പൗർണമിയാണ്. അന്നത്തെ ചന്ദ്രനെ നിങ്ങൾ നേരിട്ട് കാണണം. മഹാപ്രഭുവിൻ്റെ നിറം പോലെ തന്നെ സ്വർണ്ണ നിറത്തിലായിരിക്കും ചന്ദ്രൻ ആ സമയത്ത്. വളരെ നല്ല രസമാണ് ഗൗർ പൂർണിമയിലെ ചന്ദ്രനെ കാണാൻ. ആ ചന്ദ്രനെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വ്രതം മുറിക്കാം.
ഓക്കെ, ഇനി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന ലീല വളരെ പ്രധാനപ്പെട്ട ലീലയാണ്. ഈ ലീല നിങ്ങൾ ശ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം താമസിക്കാതെ തന്നെ നിങ്ങളുടെ, അതായത് നിങ്ങൾ എത്ര വലിയ പാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാവങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഭക്തി പുരോഗമിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ, മുടക്കൊന്നും വരാതെ, തടസ്സങ്ങളൊന്നും വരാതെ നമുക്കിതെല്ലാം ശ്രമിക്കാൻ കഴിയട്ടെ. ചർച്ച തുടരാം. അതിനു മുമ്പായിട്ട് ഗുരുപ്രണാമ മന്ത്രങ്ങൾ നമുക്ക് പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നക്ഷത്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാ നാമധായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാസവാരവീ ദേവി ദൈതായി കൃപാപ്രിയേ കൃഷ്ണസംബന്ധ വിജ്ഞാനാദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഭ്യ ശ്രീരൂപാനുഗമത്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗൃതവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാദ് വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമോ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗരായതേ. ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദേശ സജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാധന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരദ്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം മുക്താഖ്യം നമാമി ഭക്തശക്തിധരം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. വേതാം സുരഭംഗോ നമോ മന്ദമതേ രതിമത്സർവസ്വപാദാംബുജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യഗർഭദ്രമദ. ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാലഭേ സേവ്യമാനോ സ്വരാമ്യ ശ്രീമന്ദാസരസാരംഭി വംശീവരത്തരസ്ഥിത കർഷദ്വേനുസ്വനൈർഗോപീർഗോപിനാഥസ്വേസ്തന. തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാദം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്.
രഥയാത്രയ്ക്ക് ഒരു ദിവസം മുമ്പേ ഗുണ്ടിജ എന്ന് പറയുന്ന ക്ഷേത്രം വൃത്തിയാക്കുന്ന ഒരു ചടങ്ങുണ്ട്. ജഗന്നാഥ് പുരിയിൽ ഗുണ്ടിജ എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്, 4 കിലോമീറ്റർ ദൂരെയായിട്ട്. ജഗന്നാഥ് പുരി ക്ഷേത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഭഗവാൻ ജഗന്നാഥിൻ്റെ വിഗ്രഹം എങ്ങനെ അവിടെ വന്നു? കാരണം ശ്രീമതി രാധാറാണി ഭഗവാനെ കാണാനായിട്ട് കുരുക്ഷേത്രത്തിൽ പോവുകയാണ്. കാരണം സൂര്യഗ്രഹണം ആയതുകൊണ്ട് അവിടെ ഭഗവാനും ദ്വാരകാവാസികളും എല്ലാവരും ഒത്തുകൂടിയാണ്. അപ്പോൾ വൃന്ദാവനവാസികൾ അവിടെ പോയി ഭഗവാനെ ഒന്ന് കാണാനായിട്ട്. അവിടെ ചെന്നപ്പോൾ ഭഗവാൻ രാജകീയ വേഷത്തിലായതുകൊണ്ട് ശ്രീമതി രാധാറാണിക്ക് അത് കൃഷ്ണനാണെന്ന് തോന്നിയില്ല. കൃഷ്ണനാണെന്ന് അറിയാം, പക്ഷെ എന്നാലും വൃന്ദാവനത്തിൽ ഭഗവാന്റെ ഭാവം വേറൊരു ഭാവമാണല്ലോ. അതുകൊണ്ട് രാധാറാണി പറഞ്ഞു, ഇതെൻ്റെ കൃഷ്ണൻ അല്ലെന്ന്. അപ്പം ഭഗവാൻ ചോദിച്ചു, നിന്റെ കൃഷ്ണൻ എങ്ങനെയായിരിക്കുന്നു? അന്നേരം വൃന്ദാവനത്തിലെ ആ കൃഷ്ണനെ രാധാറാണി വർണ്ണിക്കുകയാണ്. വളരെ ലളിതമായിട്ടുള്ള വേഷം ധരിച്ച്, ആഭരണങ്ങളൊന്നും ധരിക്കാറില്ല, പൂക്കൾ കൊണ്ടുള്ള മാല, പൂക്കൾ കൊണ്ടുള്ള കമ്മല്, പൂക്കൾ കൊണ്ടുള്ള വള, അതാണ് ഭഗവാൻ ധരിക്കുന്നത്. കിരീടം ധരിക്കത്തില്ല, തുണി കൊണ്ട് തന്നെ ഒരു പകിടി കെട്ടുകയാണ്. അതിലാണ് മയിൽപ്പീലി ധരിച്ചു ഭഗവാൻ ഇരിക്കുന്നത്. ഓടക്കുള്ളും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ സുന്ദര രൂപം വർണ്ണിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഭഗവാന് വൃന്ദാവനം ഓർമ്മ വരികയാണ്. ബലരാംജിക്കും വൃന്ദാവനം ഓർമ്മ വന്നു, സുഭദ്രാദേവിക്കും വൃന്ദാവനത്തിൻ്റെ ലീലകൾ കേട്ടപ്പോൾ ആനന്ദം വന്നു. അങ്ങനെ അവരുടെ രൂപം ഒരു പ്രത്യേക രീതിയിൽ മാറും. തല അങ്ങോട്ട് വലുതാവും, കണ്ണൊക്കെ അങ്ങ് വലുതായി ഒരുപാട് അങ്ങോട്ടങ്ങ് ചിരിക്കും എന്നുള്ളതാണ്. അന്നേരം ഭഗവാൻ കൃഷ്ണന്റെ ഏറ്റവും ചിരിച്ച രൂപമാണ് ജഗന്നാഥൻ. ബലരാംജിയും ഒപ്പം പെങ്ങളായ സുഭദ്രാദേവിയുണ്ട്. ആ അതിമനോഹരമായിട്ടുള്ള ദൃശ്യം എല്ലാവരും അവിടെ കാണുകയാണ്. എന്നിട്ട് രാധാറാണി വൃന്ദാവനത്തിന്റെ ലീലകൾ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഭഗവാനെ അങ്ങ് വൃന്ദാവനത്തിൽ എത്തിച്ചു. ഭഗവാൻ വൃന്ദാവനത്തെക്കുറിച്ച് ചിന്തിച്ച് ഭഗവാൻ പൂർണ്ണമായിട്ടും വൃന്ദാവനത്തിലേക്ക് അങ്ങ് എത്തി. അന്നേരം ആ ലീലയുടെ സ്മരണാർത്ഥമാണ് ജഗന്നാഥ് പുരി എന്ന് പറയുന്ന ദ്വാരക പോലെയാണ്. അന്നേരം രഥത്തിൽ രാധാറാണിയുടെ വചനങ്ങളാകുന്ന രഥത്തിൽ കൃഷ്ണനെ ഇരുത്തി കൃഷ്ണനെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി. അന്നേരം ഗുണ്ടിജ എന്ന് പറയുന്നത് വൃന്ദാവനത്തിനെ പ്രതിനിധീകരിക്കുകയാണ്. അന്നേരം ഈ വർഷം ജൂലൈ മാസം ഏകദേശം രഥയാത്ര നടക്കും. അന്നേരം ഭഗവാനെ രഥത്തിൽ എല്ലാ ഭക്തരും കൂടെ വലിച്ച് ഗുണ്ടിജ അമ്പലത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഭഗവാൻ വിശ്രമിക്കുന്നതാണ്. എന്നിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും തിരിച്ചൊരു രഥയാത്ര കാണും. അന്നേരം ഭഗവാൻ രഥത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ദിവസം മുമ്പേ ഗുണ്ടിജ അമ്പലം എല്ലാവരും കൂടെ വൃത്തിയാക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഈ ലീല വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. ഈ ലീല കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ഭക്തി ഉറപ്പാണ്, 100% ആണ്. ഗുണ്ടിജ ക്ഷേത്രത്തിൽ ഒരുപാട് വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉദ്യാനം പോലെയാണ്. വൃന്ദാവനം പോലെ പല പല വൃക്ഷങ്ങളൊക്കെ അവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് ഭഗവാന്റെ സന്തോഷത്തിനായിട്ട്. പക്ഷെ ജഗന്നാഥ് ക്ഷേത്രത്തെക്കാട്ടിയും കുറച്ച് ചെറുതാണ്. അന്നേരം മുഴുവൻ വർഷവും ഈ ഗുണ്ടിജ ക്ഷേത്രം അടഞ്ഞു തന്നെ കിടക്കും. പക്ഷെ രഥയാത്രയുടെ ആ ഒരു 9 ദിവസം മാത്രമാണ് ജഗന്നാഥ് അവിടെ താമസിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഭഗവാനും ഭഗവാന്റെ പാർഷദരെല്ലാവരും കൂടെ ചേർന്ന് ക്ഷേത്രം വൃത്തിയാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെടുക്കുകയാണ്. അതായത് ഭഗവാൻ സ്വയം, ചൈതന്യ മഹാപ്രഭു സ്വയം ആ സേവനത്തിനായിട്ട് വരികയാണ്. എല്ലാ വർഷവും ഭക്തര് ആ ജഗന്നാഥ് പുരിയിലെ രാജാവിൻ്റെ അടുത്ത് എത്തിയിട്ട് പറയും, ഇന്ന് ഭഗവാൻ ഗുണ്ടിജ ക്ഷേത്രം വൃത്തിയാക്കാൻ പോവുകയാണ്, അതിനായിട്ട് നമുക്ക് ചൂലുകളും പാത്രങ്ങളും ഒക്കെ വേണം, തുണികളും ഒക്കെ വേണം.
വൃത്തിയാക്കാനുള്ള എല്ലാ സാമഗ്രികളും വേണം. അന്നേരം എല്ലാ വർഷവും രാജാവ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള 100 തരത്തിലുള്ള ചൂലുകളും വെള്ളത്തിൻ്റെ പാത്രങ്ങളും ഒക്കെ കൊടുക്കുമായിരുന്നു. അന്നത്തെ ദിവസം വൃത്തിയാക്കാനായിട്ട്, ഗുണ്ടിച ക്ഷേത്രം വൃത്തിയാക്കാനായിട്ട് എല്ലാവരും ഒത്തുകൂടി. ഭഗവാൻ സ്വയം സേവനം ചെയ്യാൻ വന്ന എല്ലാവരുടെയും ദേഹത്ത് ചന്ദന ലേപം പുരട്ടിയെന്നുള്ളത്, നെറ്റിയിലൊക്കെ ദേഹത്തുമൊക്കെ. അങ്ങനെ എല്ലാവർക്കും ആ കാരുണ്യം കൊടുത്തു. ഭഗവാൻ സ്വയമായിരുന്നു എൻ്റെ എല്ലാവരുടെയും ദേഹത്ത് ചന്ദനത്തിൻ്റെ ലേപം കൊടുത്തത്. നെറ്റിയിലും ഒരു പുഷ്പം വെച്ച് ഭഗവാന് സമർപ്പിച്ച ആ ചന്ദനം ഇങ്ങനെ പ്രസാദമായിട്ട് വെച്ച് കൊടുക്കും, ദേഹത്തും ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് എല്ലാവരുടെ കയ്യിലും ചൂല് കൊടുത്തു. ഇങ്ങനെ എല്ലാവരും ക്ഷേത്രം വൃത്തിയാക്കാൻ തുടങ്ങിയെന്നുള്ളത്. അങ്ങനെ വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ ഈ മരങ്ങളിൽ നിന്ന് വീണ ഇലകൾ, ഉണങ്ങിയ ഇലകളും അതിൻ്റെ ചെറിയ കൊമ്പുകളും അതൊക്കെ ആദ്യം വൃത്തിയാക്കി തൂത്ത് അതിനുശേഷം ചെറിയ മൺതരികളും കല്ലുകളും അതൊക്കെ തൂത്ത് വൃത്തിയാക്കി. അതിനുശേഷം ജഗന്നാഥ് ഇരിക്കുന്ന ആസനം അവിടെ വൃത്തിയാക്കി. എന്നിട്ട് എല്ലാ തരത്തിലുള്ള അഴുക്കും മണലും അതും ഇതുമൊക്കെ എല്ലാം കൂടെ അത് ഒരു സ്ഥലത്ത് കൂട്ടിവെച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഒരു മത്സരമാകാം. നിങ്ങൾ ഓരോ വ്യക്തികളും എത്രത്തോളം അഴുക്ക് ശേഖരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആരാണ് ഏറ്റവും കൂടുതൽ അഴുക്ക് ശേഖരിക്കുന്നത്, അതായത് വൃത്തിയാക്കി അഴുക്ക് മുഴുവൻ ഒരിടത്ത് ശേഖരിക്കുന്നുള്ളൂ. അന്നേരം ആരാണ് ഏറ്റവും കൂടുതൽ അഴുക്ക് ശേഖരിക്കുന്നത് അവരായിരിക്കും വിജയിക്കുന്നത്. അന്നേരം എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഒരു കൂട്ടം തയ്യാറാക്കി. അവരവർ കൂട്ടുന്ന അഴുക്കെല്ലാം ഒരു ഭാഗത്തായിട്ട്. ആരാണ് ഏറ്റവും കൂടുതൽ അഴുക്ക് ശേഖരിക്കുന്നത്? ഭഗവാൻ സ്വയം വളരെ ശക്തമായിട്ട് അമ്പലത്തിൻ്റെ കല്ലുകളുടെ ഇടയിലുള്ള ഓരോ മണ്ണും അഴുക്കും എല്ലാം ഇങ്ങനെ ചുരണ്ടി എല്ലാം വൃത്തിയാക്കുകയാണ്. എന്നിട്ട് അതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ഭഗവാൻ ചുരട്ടിയെടുത്ത അഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സേവനത്തിനായിട്ട് വന്ന എല്ലാ ഭക്തരുടെയും കൂടെ കൂട്ടി വെച്ചിരിക്കുന്ന അഴുക്ക്, അതെല്ലാം കൂടെ കൂട്ടിയാലും അതിൽ നിന്നും കൂടുതലായിരുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂട്ടി വെച്ചിരിക്കുന്ന അഴുക്കൊക്കെ. അങ്ങനെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും തൂക്കുകയാണ്. അതായത് ഓരോരോ ഇടയിലും ഉള്ള അഴുക്കെല്ലാം വീണ കല്ലും മണ്ണും എല്ലാം ഇതിന് ശേഷം ഈ ചെറിയ കല്ലുകളും മൺതരികളും എല്ലാം വേണമല്ലോ ക്ലീൻ ചെയ്തത്. അതിനുശേഷം ഇനിയും ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും വീണ്ടും രണ്ടാമത് ക്ലീൻ ചെയ്യണം. എന്നിട്ട് അതിനുശേഷം മൂന്നാമത്തെ തൂക്കുന്നതിന് വേണ്ടി വെള്ളം ഒഴിക്കുകയാണ്. അന്നേരം എത്ര ക്ലീൻ ആയിരിക്കും ആ ക്ഷേത്രം എന്ന് ആലോചിച്ചു. അന്നേരം വലിയ പാത്രങ്ങൾ നിറച്ച് വെള്ളം, അതെല്ലാം കൊണ്ട് ഗുണ്ടിച അമ്പലം മൊത്തത്തിൽ ക്ലീൻ ചെയ്തു. അവസാനം നോക്കുമ്പോൾ ഒരു ചെറിയ മൺതരി പോലും അതിലില്ലായിരുന്നു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു സ്വയം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയി ഈ ചെറിയ വിരലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കും. അതിൻ്റെ ആ കല്ലിൻ്റെ ഇടയിലൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കും, എന്തെങ്കിലും പൊടിയുണ്ടോ എന്ന്. അങ്ങനെ 3-4 പ്രാവശ്യം മൊത്തത്തിൽ ആ അമ്പലം ക്ലീൻ ചെയ്തു. എന്നിട്ട് ഇത് ചുമ്മാ ഇങ്ങനെ ഇതൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ, എൻ്റെ ഒരു വിധി നോക്കണം, എൻ്റെ ഒരു കർമ്മം നോക്കണേ, അങ്ങനെയൊന്നുമില്ല. അവർ സന്തോഷത്തോടെ ഈ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തമ്മി അവരെല്ലാവരും സംസാരിക്കുന്ന വേറൊന്നും സംസാരിക്കുന്നില്ല, എല്ലാം കൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ്. അന്നേരം ഇപ്പോൾ ഒരാൾക്ക് വെള്ളം കുറച്ച് വേണമെങ്കിൽ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വെള്ളം അങ്ങനെ ചോദിക്കും. എന്നിട്ട് വെള്ളം കൊടുക്കുവാണെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് വെള്ളം കൊടുക്കും, കൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ട്.
അതായത് എല്ലാവരും തമ്മിൽ തമ്മിൽ കൃഷ്ണ എന്നല്ലാതെ വേറൊന്നും പറഞ്ഞില്ല. എല്ലാവരും കൃഷ്ണ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭുവും ആൾക്കാരെ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ട് തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നൂറുകണക്കിന് ഭക്തർ അവിടെ എല്ലാവരും കൂടെ വൃത്തിയാക്കി എന്നുള്ളതാണ്. എന്നിട്ട് ഈ ക്ലീൻ ചെയ്യാനായിട്ട് ജഗന്നാഥ് പുരിയിൽ തന്നെ ഇന്ദ്രദ്യുമ്ന സരോവരമുണ്ട്. ഭഗവാൻ അഭിഷേകവും ഭഗവാന് എന്തു പറയുന്ന ഈ വള്ളത്തിലിരുത്തി ഭഗവാനെ നൗകാവിഹാർ എന്ന് പറയും. ഭഗവാനെ വള്ളത്തിലിരുത്തി ഇങ്ങനെ കറക്കുന്നൊരു ലീലയുണ്ട്. അന്നേരം വലിയ ജഗന്നാഥല്ല, ഭഗവാന്റെ ചെറിയ ഉത്സവ വിഗ്രഹമുണ്ട്, കൊച്ചു വിഗ്രഹം. ആ വിഗ്രഹത്തെ വള്ളത്തിലിരുത്തി ഇങ്ങനെ കറക്കാനുണ്ട്. ആ കൊച്ചു വിഗ്രഹത്തിൻ്റെ പേരാണ് നീൽമാധവ്. ഓക്കെ, വലിയ ജഗന്നാഥുണ്ട്, ആ ജഗന്നാഥിൻ്റെ ഉത്സവമൂർത്തിയാണ് നീൽമാധവ് എന്ന് പറയുന്നത്. അന്നേരം ഒരുപാട് ഭക്തർ ഇങ്ങനെ വരിവരിയായിട്ട് ഇന്ദ്രദ്യുമ്ന സരോവർ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ 4 കിലോമീറ്ററിൻ്റെ നടുക്കായിട്ട് വരും. അന്നേരം അവിടെ നിന്നും ഇത്രയും 2 കിലോമീറ്ററോളം ഭക്തരിങ്ങനെ വരിവരിയായിട്ട് നിന്നിട്ടാണ് വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. ഒന്ന് മാറി ഇങ്ങനെ ബക്കറ്റ് മാറി അവിടെ നിന്ന് വെള്ളം കൊടുത്ത് ഗുണ്ടിജ അമ്പലം മൊത്തം കഴുകുകയായിരുന്നുള്ളതാണ്. അന്നേരം മേൽക്കൂരയും തറയും ഭിത്തികളും എല്ലാം വൃത്തിയാക്കി എന്നുള്ളതാണ്. എല്ലാവരും ഇങ്ങനെ വെള്ളം ഒഴിച്ചൊഴിച്ച് കഴുകുകയാണ്. ചിലവരുടെ കയ്യിൽ ചൂലുണ്ടായിരുന്നു, ചിലവരാണെങ്കിൽ വെള്ളം കോരി ഒഴിക്കുകയായിരുന്നു. അന്നേരം ചില സമയത്ത് അവരെന്ത് ചെയ്യുമെന്നറിയാം, മനഃപൂർവ്വം ഭഗവാന്റെ പാദത്തിൽ വെള്ളം എടുത്തങ്ങ് ഒഴിക്കും. എന്നിട്ട് ആ സമയം കൊണ്ട് ഭഗവാൻ അറിയാതെ ഭഗവാന്റെ പാദത്തിന്റെ പുറകിൽ പോയി ആ വെള്ളം എടുത്ത് കുടിക്കും. എന്നിട്ട് മറ്റു ഭക്തർ എനിക്കും കുറച്ച് ചരണാമൃതം തരാൻ പറയും. അങ്ങനെ അതായത് ചില ഭക്തര് അമ്പലത്തിൽ ഒഴിക്കുന്ന പോലെ കാണിച്ചിട്ട് ഭഗവാന്റെ കാലിലോട്ട് വെള്ളം ഒഴിക്കും. എന്നിട്ട് ആ തക്ക നോക്കി ചിലവർ ചരണാമൃതം ഭഗവാന്റെ പാദം കഴുകി വെള്ളം എടുത്ത് കുടിക്കും എന്നുള്ളത്. അന്നേരം ഭഗവാൻ സ്വയം വൃത്തിയാക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഭഗവാൻ എല്ലാവരും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. നീ നന്നായി വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് മറ്റുള്ളവർ കണ്ടോ അവൻ ചെയ്യുന്നുണ്ടോ, അവര് ചെയ്യുന്നുണ്ടോ. എന്നിട്ട് ചിലവരെ വഴക്കം പറയുമായിരുന്നു, ചിലവരെ പുകഴ്ത്തുകയും ചെയ്യും. അന്നേരം ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ, ഭഗവാൻ എന്നെ വഴക്ക് പറയും. ചിലവരാണെങ്കിൽ വഴക്ക് കേൾക്കാനായിട്ട് മനഃപൂർവ്വം വൃത്തിയാക്കാതെ ഇങ്ങനെ നിൽക്കും. അന്നേരം ഭഗവാൻ പറയും, എന്താ നീ ക്ലീൻ ചെയ്യാത്ത, നീ എന്താ വൃത്തിയാക്കാത്ത, മര്യാദ ക്ലീൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അന്നേരം വഴക്ക് കേൾക്കാൻ വേണ്ടി ചിലവർ മനഃപൂർവ്വം വൃത്തിയാക്കാതൊക്കെ ഇരിക്കും ഭഗവാൻ വരുന്ന സമയത്ത്. എന്നിട്ട് ഭഗവാൻ പോയതിനു ശേഷം വീണ്ടും വൃത്തിയാക്കുന്നു. അന്നേരം ചിലവർക്കാണെങ്കിൽ വഴക്ക് കിട്ടുമ്പോൾ ചിലവര് അവർക്ക് അറിഞ്ഞുകൂടാ നേരെ ചൊവ്വ ചെയ്യാനായിട്ട്. എന്നിട്ടും ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി അവരിങ്ങനെ ചെയ്യുകയാണ്. അന്നേരം അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ അറിയാതെ ആകുമ്പോൾ ഭഗവാൻ പറയും നല്ലപോലെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞില്ല ഇനി ഞാൻ കൂടുതൽ വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞ് അത്രയ്ക്ക് ഭഗവാനോട് ഇഷ്ടമായിരുന്നു. അന്നേരം ആരെങ്കിലും നല്ലപോലെ വൃത്തിയാക്കുമെന്ന് ഉടനെ പറയും, ഈ ഭക്തൻ കണ്ടോ എത്ര നന്നായിട്ട് വൃത്തിയാക്കുന്നു. അന്നേരം ഉടനെ എല്ലാവർക്കും വലിയ സന്തോഷമായി, അതേപോലെ എല്ലാവരും ചെയ്യാൻ തുടങ്ങും. എന്നാൽ ഈ ചിലവരാണെങ്കിൽ ഉഴപ്പ് കാണിച്ചിട്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും കേട്ടോ, എന്നിട്ട് നീ ഉഴപ്പ് കാണിക്കരുത്, അങ്ങനെയൊക്കെ ഭഗവാൻ പറയുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഭക്തൻ, ബംഗാളിൽ നിന്ന് വന്ന ഭക്തനായിരുന്നു. ആ ഭക്തൻ നേരെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് നിന്ന് ഭഗവാന്റെ കാലിലേക്ക് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഭഗവാന്റെ വെള്ളം എടുത്ത് കുടിച്ചു. ഇതിനു മുമ്പ് എല്ലാവരും ഒളിച്ചും പാത്തുമായിരുന്നു ഭഗവാന്റെ ചരണാമൃതം കുടിക്കുന്നത്. പക്ഷെ ഈ ഭക്തനാണെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്തു. ഇത് കണ്ട ഉടനെ ഭഗവാന് വലിയ ദേഷ്യമായി. പക്ഷെ ഉള്ളിൽ ഭഗവാന് സന്തോഷമായിരുന്നു, ഇവന് വിശ്വാസം ഉണ്ടല്ലോ ഞാൻ ഭഗവാനാണെന്ന്. പക്ഷെ ഉള്ളിൽ പുറമേ ഭഗവാൻ ദേഷ്യം കാണിച്ചു.
ഉടൻ തന്നെ ഭഗവാന്റെ സേവകനായ സ്വരൂപ് ദാമോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടില്ലേ ബംഗാളികളുടെ സ്വഭാവം കണ്ടില്ലേ, ഞാൻ ഇവിടെ ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് ഇവ എന്റെ കാല് കഴുകി വെള്ളം കുടിച്ചു. ഇതെന്തുവാണ് ഇവിടെ നടക്കുന്നത്? ഇത് കാരണം ഞാൻ ഇനി എന്തായിരിക്കും എന്റെ അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഭഗവാൻ ഇരിക്കേണ്ട ആ സ്ഥലത്ത് ഇരിക്കുകയാണ്, അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഇവനാണെങ്കിൽ എന്റെ കാല് കഴുകി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം ഞാൻ നരകത്തിൽ പോകത്തില്ലേ എന്നൊക്കെ ഭഗവാൻ ഇങ്ങനെ പറയുകയാണ്. നിങ്ങൾ ഈ ബംഗാളി ഭക്തരെ കാരണം ഞാൻ തോറ്റു, ഇവര് കാരണം എനിക്ക് വലിയ അപരാധം വന്നിരിക്കുന്നതൊക്കെ പറയും. ഉടൻ തന്നെ സ്വരൂപ് ദാമോദരൻ എന്ത് ചെയ്ത് ആ ഭക്തന്റെ കഴുത്തെ പിടിച്ചിട്ട് ആ ഭക്തനെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ആ ഭക്തനോട് പറഞ്ഞു, നീ എന്ത് പണിയാൻ കാണിച്ചത്? മഹാപ്രഭുവിനോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിനക്ക് എന്തെങ്കിലും അറിയാം? ഭഗവാൻ അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അതിൻ്റെ ഇടയിൽ ഭഗവാൻ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? എന്നിട്ട് സ്വരൂപ് ദാമോദർ ഭഗവാന്റെ അടുത്ത് എന്നിട്ട് ക്ഷമിക്കും. ഭഗവാനോട് പറയും, ഭഗവാനെ അവനോട് ക്ഷമിക്കണം, അവൻ അറിയാത്തതുകൊണ്ടാണ്, അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ പറഞ്ഞു, ആരൊക്കെയാണോ കുറച്ച് അഴുക്ക് ശേഖരിച്ചിരിക്കുന്നത് അവർക്കെല്ലാം ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള ഭക്തർക്കായിട്ട് മധുര പലഹാരങ്ങൾ മേടിച്ചു കൊടുക്കണം. ബാക്കിയുള്ള എല്ലാ ഭക്തർക്കും മധുര പലഹാരങ്ങൾ കൊടുക്കണം പറഞ്ഞു. അങ്ങനെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഇവിടെ പറയുന്നു, വൃത്തിയാക്കി എന്താ പറയുന്നത്, നദി ഒഴുകുന്ന പോലെ അവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം, അത്രത്തോളം ആ അമ്പലം വൃത്തിയാക്കിയാണ്. ഇതിനോടൊപ്പം തന്നെ അമ്പലത്തിന് പുറത്തുള്ള വഴികളും എല്ലാം വൃത്തിയായിരുന്നു. എന്നിട്ട് ഇവിടെ പറയുന്നു, പുറത്തുള്ള സ്ഥലങ്ങളൊന്നും ആരും വൃത്തിയാക്കിയില്ലായിരുന്നു, പക്ഷെ എങ്ങനെ വൃത്തിയായെന്ന് ആർക്കും അറിയത്തില്ല. എന്നിട്ട് ഇവിടെ ആചാര്യന്മാർ പറയുന്നു, ഗുരുമഹാരാജും പറയുന്നു, തീർച്ചയായിട്ടും ദേവന്മാർ വന്ന് വൃത്തിയാക്കിയതായിരിക്കും എന്ന് പറയുന്നു. എന്നിട്ട് ഭക്തര് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കിയതിന് ശേഷം തുണി വെച്ച് അത് ഒപ്പിയെടുക്കണമല്ലോ. പക്ഷെ അവർക്ക് വേണ്ടത്രത്തോളം തുണി ഇല്ലായിരുന്നു. എന്നിട്ട് ചില വ്യക്തികളാണെങ്കിൽ അവരവർ ധരിച്ചിരുന്ന അതേ തുണി വെച്ച് തന്നെ തല തുടയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെ ആ ക്ഷേത്രം മൊത്തത്തിൽ വളരെ മനോഹരമായിട്ട് വൃത്തിയായി. എന്നിട്ട് പ്രത്യേകതരം ഒരു തണുപ്പും, എല്ലാവർക്കും അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. എല്ലാവർക്കും തോന്നി ഭഗവാൻ തന്നെ ആ ക്ഷേത്രമായിട്ട് മാറിയെന്ന്. അത്രയ്ക്ക് ശാന്തത എല്ലാവർക്കും അനുഭവപ്പെടുകയാണ്. ഇവിടെ പ്രഭുപാദ്ജി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ക്ഷേത്രം എത്രത്തോളം വൃത്തിയാക്കുന്നു അത്രത്തോളം നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നു. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും വൃത്തിയായിരിക്കണം. വൃത്തിയാക്കി ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും ശുദ്ധമായിരിക്കണം. നമ്മുടെ വീടുകളൊക്കെ അന്നേരം അവിടെ നന്നായി വൃത്തിയാക്കിയിട്ട് അവിടെ നോൺ വെജ് കയറ്റരുത്. നോൺ വെജാണ് ഏറ്റവും വലിയ അശുദ്ധി. നോൺ വെജ്, ഉള്ളി, വെള്ളുള്ളി, ലഹരി പദാർത്ഥങ്ങൾ, ഇതെല്ലാം അശുദ്ധിയാണ്. അന്നേരം നമ്മൾ ചുമ്മാ അഴുക്കും പൊടിയും മാത്രം വൃത്തിയാക്കിയാൽ പോരാ, ഇങ്ങനെയുള്ള അശുദ്ധികളെല്ലാം വൃത്തിയാക്കണം. അപ്പോൾ നമ്മുടെ വീട് തന്നെ ഒരു അമ്പലമായിട്ട് മാറും. പിന്നെ എത്രത്തോളം നമ്മൾ ഭഗവാന്റെ ക്ഷേത്രം ശുദ്ധമാക്കുന്നു അത്രത്തോളം നമ്മുടെ ഹൃദയം ശുദ്ധമാകും. കാരണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് അഴുക്കിരിക്കുന്നു, കാമക്രോധ മോഹലോഭ മത മത്സരാദികളൊക്കെ. അന്നേരം
ആ അശുദ്ധികളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ശാന്തരാവും, സന്തുഷ്ടരാവും. ഇപ്പോൾ നമ്മൾ അശാന്തരായിട്ടിരിക്കുന്ന എന്തുകൊണ്ടാണ്? ആവശ്യമില്ലാത്ത കുറേ ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെന്നുള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ എപ്പോഴും സന്തോഷിച്ചിരിക്കേണ്ടവരാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ആ സന്തോഷം കിട്ടുന്നില്ല? നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത കുറേ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ കുറേ കാമക്രോധ മോഹലോഭ മത മത്സരാദികളുണ്ട്. എപ്പോഴാണോ നമ്മൾ അതിൽ നിന്ന് മുക്തരാകുന്നത്, അപ്പോൾ നമുക്ക് സന്തോഷവും സമാധാനം കിട്ടും. ഈ ലീലയെക്കുറിച്ച് ചില ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ വലിയ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് പ്രഭുപാദ്ജിയുടെ ഗുരുവായ ചില ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഇവിടെ പറയുന്നു, ഈ ഗുണ്ടിജ മാർജൻ എന്ന് പറയുന്ന ഈ ലീലയിലൂടെ, അതായത് ഈ ക്ഷേത്രം വൃത്തിയാക്കുന്ന ഈ ലീലയിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഹൃദയം എങ്ങനെയാണ് പരിശുദ്ധമാകുന്നത്. നാമം ജപിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകുന്നു, നമ്മുടെ ബോധം ശുദ്ധമാകുന്നു. അന്നേരം നമ്മുടെ ഹൃദയം പരിശുദ്ധമാകുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശൃണ്വതാം സുഖത കൃഷ്ണ, ശ്രീമദ് ഭാഗവത്തിൽ 1-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 17 മുതൽ 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എങ്ങനെയാണ് നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നതെന്ന്. നമ്മൾ എപ്പോഴാണ് ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത്, ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്യുന്നത്, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നത്, അപ്പോൾ എന്തു പറ്റും? നമ്മുടെ ഹൃദയം പരിശുദ്ധമാണ്. ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിൽ തന്നെയുണ്ട് പരമാത്മാവായിട്ട്. പക്ഷെ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുന്നില്ല. കാരണം കാമക്രോധ മോഹലോഭ മത മത്സരാദികളുടെ മറ നമ്മളെ തടയുകയാണ് ഭഗവാനെ കാണുന്നതിൽ നിന്നും. അതുകൊണ്ട് ആ മറ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഭഗവാനെ ഹൃദയത്തിൽ കാണാൻ കഴിയും, നേരിട്ട് കാണാൻ കഴിയും. നമ്മൾ ഈ ലോകത്തെ ഓരോ വ്യക്തികളെ എങ്ങനെയാണോ കാണുന്നത്, അതേപോലെ നമ്മുടെ ഉള്ളിലെ ആ വാസനകളിൽ നിന്നൊക്കെ നമ്മൾ മുക്തരായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഗുരുവായൂരപ്പനെ പച്ചയ്ക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ആചാര്യന്മാർ പറയുന്നത്, നമ്മൾ ഈ ലീലയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട എങ്ങനെയാണോ ചൈതന്യ മഹാപ്രഭു എല്ലാ ഭക്തരെയും കൊണ്ട് ക്ഷേത്രം ശുദ്ധമാക്കിയത്, അതേപോലെ നമ്മുടെ ഹൃദയം, നമ്മുടെ ഈ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ബോധം, ഇതെല്ലാം ക്ഷേത്രമാണ്, ഗർഭഗൃഹമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. അന്നേരം ഈ കംപ്ലീറ്റ് ക്ഷേത്രവും ഉള്ളും എപ്പോഴും നമ്മൾ ശുദ്ധമാക്കി തന്നെ വയ്ക്കണം. അന്നേരം ഭൗതിക ആസ്വാദനത്തിനുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ പല പല കഴിവുകൾ നേടിയെടുക്കാൻ മറ്റുള്ളവരുടെ ബഹുമാനം ബഹുമതി ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം ഭക്തിക്ക് വലിയ തടസ്സമാണ്. അതുകൊണ്ട് ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നവർ, യഥാർത്ഥത്തിൽ ഭക്തിയിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഇന്ദ്രിയാസ്വാദനത്തിൻ്റെ പുറകിലോ മോക്ഷത്തിന് പോലും ആഗ്രഹം കാണത്തില്ല. മോക്ഷത്തിന് പോലും ആഗ്രഹം കാണത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവനത്തിനാണ് താല്പര്യം. ഭഗവാന്റെ സേവനമില്ലാതെ മോക്ഷത്തിലും താല്പര്യമില്ല. അതായത് സേവനമില്ലാതെ എങ്ങനെയാ മോക്ഷം? അതായത് ഈ ലോകത്തിൽ നമ്മൾ ദുരിതങ്ങൾ അനുഭവിച്ചു, ഭഗവാനെ ഇവിടുന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊരു ചിന്ത. ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ ആഗ്രഹമില്ല. അങ്ങനെയുള്ള മോക്ഷം കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് വേണ്ടുന്നത് എന്താണ്? ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക എന്നാണ്. ഇനി ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരുപാട് കഷ്ടപ്പെടുന്നത്, അതായത് കാശ് സമ്പാദിക്കാനും പേര് പ്രശസ്തിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് നെട്ടോട്ട് ഓടുന്നു. അതായത് നമുക്ക് ദൈനംദിന ജീവിതത്തിന്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഉള്ളതെല്ലാം ഉണ്ടായിട്ടും അത്യാഗ്രഹത്തിന് വേണ്ടി കിടന്ന് ഓടുന്നത്, ഇതൊക്കെ ഭക്തിക്ക് വലിയ തടസ്സമാണ്. അന്നേരം ഇവിടെയും ചൈതന്യ മഹാപ്രഭു ആദ്യം ഭക്തരെ കൊണ്ട് പുറമെ വൃത്തിയാക്കി, വീണ്ടും സൂക്ഷ്മ തലമായിട്ട് 3-4 പ്രാവശ്യമായിട്ട് വൃത്തിയാക്കി. അതേപോലെ നമ്മുടെ സ്ഥൂല ആഗ്രഹങ്ങൾ മുതൽ സൂക്ഷ്മ ആഗ്രഹങ്ങൾ വരെ വൃത്തിയാക്കണം. അതായത് നമ്മൾ ഭക്തിയിൽ വരുന്ന സമയത്ത് ആദ്യം പുറമേയുള്ള ആഗ്രഹങ്ങൾ, പുറമേയുള്ള ദുഷ്പ്രവൃത്തികൾ നമ്മൾ നിർത്തും. അതിനുശേഷം ദുഷ്പ്രവൃത്തികളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ നിർത്തണം, ചിന്തിക്കുന്നത് അല്ലേ. ദുഷ്പ്രവർത്തികൾ നിർത്തണം, ദുഷ്പ്രവർത്തികളെക്കുറിച്ചുള്ള സംസാരം നിർത്തണം, പിന്നെ ദുഷ്പ്രവർത്തികളെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്തണം, പിന്നെ ദുഷ്പ്രവർത്തികളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ നിർത്തണം.
അങ്ങനെ പിന്നെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനുള്ള പ്രവണത, പിന്നെ നമ്മുടെ പേര്, പ്രശസ്തി, അംഗീകാരം ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരോട് ദ്വേഷം വരുന്നത്, എന്നിട്ട് ഇങ്ങനെ ഏറ്റവും സൂക്ഷ്മ തലത്തിലേക്ക് നമ്മൾ ശുദ്ധമാകണം. ഈ അനർത്ഥങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. പിന്നെ നമ്മൾ മറ്റു ഭക്തരുമായിട്ട് എങ്ങനെ സംസാരിക്കുന്നു, പെരുമാറുന്നു, അതൊക്കെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ ഹൃദയാംഗതമായിട്ട് ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. അന്നേരം എങ്ങനെയാണോ ക്ഷേത്രത്തിൻ്റെ ഓരോരോ കല്ലുകളുടെ ഇടയിൽ പോലും അഴുക്കിരിക്കുന്നു, അവിടെയൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് വൃത്തിയാക്കിയതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ കോർണേഴ്സിലും ഒളിഞ്ഞിരിക്കുന്ന പല സൂക്ഷ്മ അനർത്ഥങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വൃത്തിയാക്കണം. അത് നമുക്കൊരിക്കലും നേരിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അതിനു വേണ്ടിയാണ് ഗുരു നമ്മളെ സഹായിക്കുന്നത്. എപ്പോഴും നമ്മൾ എന്നിട്ട് വൃത്തിയാക്കാൻ, ഈ കല്ലുകളുടെ ഇടയിൽ ഇങ്ങനെ അടഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെ മാറ്റാനായിട്ട് നമ്മൾ ശക്തമായിട്ട് വെള്ളം ഒഴിക്കുന്നു. അതേപോലെ നാമജപത്തിലൂടെയും ഭഗവാന്റെ സേവനമാകുന്ന വെള്ളത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന അഴുക്കളെയൊക്കെ നമുക്ക് ശുദ്ധമാക്കുന്നു. കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ഇതിലൂടെ എല്ലാം ശുദ്ധമാക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെക്കുറിച്ച് മാത്രമാണ് ആഗ്രഹം, ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇതല്ലാതെ വേറെ ഈ ഒരു ചെറിയൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതെല്ലാം അനർത്ഥങ്ങളാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എങ്ങനെയാണോ തുടർച്ചയായിട്ട് ചൈതന്യ മഹാപ്രഭുവും ഭക്തരും ക്ഷേത്രം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന, അതേപോലെ നമ്മൾ തുടർച്ചയായിട്ട് ഇത് നമ്മുടെ ദൈനംദിന തൊഴിലാക്കി മാറ്റണം. എന്താണ്? നമ്മുടെ ഹൃദയം ശുദ്ധമാക്കുക. ഇതാണ് ഏറ്റവും കഠിനമായിട്ടുള്ള ജോലി. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാനെ നമുക്ക് വേണമെങ്കിൽ ശ്യാമസുന്ദര രൂപത്തിൽ അദ്ദേഹം നമ്മുടെ ഹൃദയത്തിലിരിക്കണം. ഇപ്പോൾ ഭഗവാൻ ഇരിക്കുന്ന പരമാത്മാ രൂപത്തിലാണ്, ശംഖചക്ര ഗദാപത്മത്തോടു കൂടിയുള്ള ഭഗവാന്റെ സുന്ദര രൂപത്തിലാണ് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത്. പക്ഷേ ആ ഭഗവാനെ നമുക്ക് ശ്രീകൃഷ്ണ രൂപത്തിലേക്ക് മാറ്റണം. ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളിലൂടെയും ഭഗവാന്റെ സേവനത്തിലൂടെയും നാമജപത്തിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാ രൂപത്തിലിരിക്കുന്ന ഭഗവാനെ ശ്യാമസുന്ദര രൂപത്തിലേക്ക് മാറ്റണം. മദൻ ഗോപാലായിട്ട് നമുക്ക് മാറ്റണം. പ്രഭുപാദജി പറയുന്ന, ഒരു പരിശുദ്ധ ഭക്തന് അവരുടെ ഹൃദയത്തിൽ ഭഗവാന്റെ ശ്യാമസുന്ദര രൂപത്തെ കാണാൻ കഴിയും, ഓടക്കുഴലും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ അതിസുന്ദരമാക്കി വൃത്തിയാക്കണം. അതായത് ഭഗവാന് സന്തോഷത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ വിഹരിക്കാൻ കഴിയണം. നമ്മുടെ ഹൃദയം വൃന്ദാവനമാക്കി മാറ്റണം എന്നാണ് ശ്രീല പ്രഭുപാദജി പറയുന്നത്. ഗുണ്ടിജ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ നരസിംഹസ്വാമിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട്. അന്നേരം ഈ ക്ഷേത്രമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ചൈതന്യ മഹാപ്രഭുവും ഭക്തരും എല്ലാം അവിടെ പോയി കീർത്തനം ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ കീർത്തനം ചെയ്യുന്നതിൻ്റെ ഇടയിൽ പല പല ലീലകളും ചെയ്യുമായിരുന്നു. ഒരിക്കൽ കീർത്തനത്തിൻ്റെ ഇടയിൽ അദ്വൈതാചാര്യൻ കീർത്തനത്തിൽ നൃത്തം ചെയ്ത് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ഭക്തരും ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അദ്വൈതാചാര്യരുടെ മകൻ ഗോപാലൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചാടി ഇടയ്ക്ക് ഗോപാലൻ ബോധം കെട്ട് വീണു. ഇത് കണ്ടിട്ട് അദ്വൈതാചാര്യക്ക് വിഷമായി. എന്നിട്ട് അടുത്ത് വന്ന് നോക്കിയപ്പോൾ എന്നിട്ട് നരസിംഹ മന്ത്രങ്ങളൊക്കെ ജപിച്ചു. പക്ഷെ അനക്കമില്ലായിരുന്നു, ശ്വാസമില്ലായിരുന്നു. അതായത് അദ്വൈതാചാര്യരുടെ മകൻ ഗോപാലൻ മരിച്ചിരുന്നു. ഉടൻ തന്നെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൈ ആ ഗോപാലിൻ്റെ ഹൃദയത്തിൽ വെച്ചിട്ട് പറഞ്ഞു, ഗോപാൽ ഹരേ കൃഷ്ണ ജപിക്കൂ, എഴുന്നേക്കൂ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഗോപാലൻ്റെ ജീവൻ തിരിച്ചു വന്നു. എന്നിട്ട് ഹരേ കൃഷ്ണ ജപിച്ച് വീണ്ടും തുള്ളിച്ചാടാൻ തുടങ്ങി. എന്നിട്ട് ഇവിടെ പറയുന്നു, ആ നരസിംഹ ക്ഷേത്രത്തിൽ കീർത്തനം ചെയ്യുമ്പോൾ ഭഗവാൻ ഒരു സിംഹത്തെ പോലെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ നൃത്തം ചെയ്യുന്ന സമയത്ത് ദേഹം മുഴുവൻ വേർത്ത് കുളിക്കുമായിരുന്നു ഭഗവാൻ.
ദേഹം മുഴുവൻ വിറയ്ക്കുമായിരുന്നു. വളരെ വേഗതയിൽ ശ്വാസോച്ഛ്വാസം ഉണ്ടായിരുന്നു. ഭഗവാൻ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ചില സമയത്ത് സന്തോഷാധിക്യത്താൽ ഭഗവാൻ ഗർജിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ പൈപ്പ് തുറക്കുമ്പം വെള്ളം വരുന്ന പോലെ കണ്ണീരിങ്ങനെ കണ്ണീരൊഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ വേർപ്പിലും കണ്ണീരിലും ഭഗവാന്റെ ശരീരം എപ്പോഴും ഇങ്ങനെ കുളിച്ച് കുതിർന്ന് ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഒരുപാട് ഭക്തർ, പരമാനന്ദപുരി, രാമാനന്ദ റായ്, ബ്രഹ്മാനന്ദ ഭാരതി, അദ്വൈത ആചാര്യൻ, നിത്യാനന്ദ പ്രഭു, ആചാര്യരത്ന, ആചാര്യനിധി, ശ്രീവാസ് ഠാക്കൂർ, ഗദാധർ പ്രഭു, നന്ദ ആചാര്യ, രാഘവ പണ്ഡിത്, വക്രേശ്വർ, ശങ്കര, ഇവരെല്ലാവരും ചുറ്റും ഉണ്ടായിരുന്നു ഭഗവാന്റെ ഈ ലീലകളിലൊക്കെ. ഇതിൽ വക്രേശ്വർ പണ്ഡിത് എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർഷദനാണ്. കാരണം ഈ ഭക്തന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കീർത്തനത്തിൽ അതിമനോഹരമായിട്ട് നൃത്തം ചെയ്യും. ഇവിടെ ഗുരു മഹാരാജ് പറയുന്നു, ഒരിക്കൽ ഭഗവാന്റെ കീർത്തനത്തിൽ മഗ്നനായി അദ്ദേഹം നൃത്തം ചെയ്യാൻ തുടങ്ങി. തുടർച്ചയായിട്ട് 72 മണിക്കൂർ നിർത്താതെ നൃത്തം ചെയ്തു. ഇനി വേറൊരു ഭക്തനുണ്ട്, രാഘവ് പണ്ഡിത് എന്ന് പറയുന്നു. അന്നേരം ഈ ഭക്തന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഭക്തൻ ഒരു പ്രസാദം ഉണ്ടാക്കും. ആ പ്രസാദത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ചീത്തയാവത്തില്ല. ആ രാഘവ് പണ്ഡിതിന്റെ പ്രത്യേകതയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പെങ്ങളും ചേർന്ന് ചൈതന്യ മഹാപ്രഭുവിന് വേണ്ടി പെട്ടെന്ന് ചീത്തയാവാത്ത ഒരുപാട് പ്രസാദങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ചില പ്രസാദങ്ങൾ 1 മാസം വരെ നിൽക്കും, ചില പ്രസാദം 2 മാസം, ചില പ്രസാദം 6 മാസം, ചില പ്രസാദം 1 വർഷം വരെ നിൽക്കും. ഇത് കൂടാതെ അവർ പലതരത്തിലുള്ള എന്താ പറയുന്ന അച്ചാറുകളും കൊണ്ടുവരുന്നുണ്ട്. മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, അത് എരിവുള്ളതുണ്ട്, ചിലതാണെങ്കിൽ മധുരമുള്ളത്. ഇവരെല്ലാം ഇത് ഉണ്ടാക്കി ബംഗാളിൽ നിന്ന് കൊണ്ടുവരും. രാഘവ പണ്ഡിതിന്റെ പ്രത്യേകത. എന്നിട്ട് ചില പ്രസാദം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീർഘകാലം നിൽക്കും എന്നുള്ളതാണ്. ഇനി ചില തരത്തിലുള്ള പ്രസാദം ദഹനത്തിന് വേണ്ടിയുള്ളതായിട്ടുണ്ട്. എന്നിട്ട് ചിലതാണെങ്കിൽ ഭഗവാൻ ഒരു ഉന്മേഷം കൊടുക്കാനായിട്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രസാദങ്ങൾ അവരുണ്ടാക്കി കൊണ്ടുവരുന്നില്ല. ഇതെല്ലാം ഇവര് ബംഗാളിൽ നിന്നും ജഗന്നാഥ്പുരിയിലേക്ക് കൊണ്ടുവരും. അവിടെ വേറൊരു ഭക്തൻ ഉണ്ടായിരുന്നു, പരമാനന്ദപുരി. ഈ പരമാനന്ദപുരിക്ക് ജഗന്നാഥ്പുരി ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. അന്നേരം അവിടെ ആശ്രമത്തിന് വെള്ളം വേണമല്ലോ. അന്നേരം ആ ആശ്രമം എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ വളരെ അടുത്താണ്. അതുകൊണ്ട് എപ്പം കുഴിച്ചാലും കിട്ടുന്ന വെള്ളം ഉപ്പ് രസമായിരിക്കും. അങ്ങനെ ആള് വെള്ളത്തിന് വേണ്ടി കുഴിച്ചപ്പോൾ അത് ഉപ്പ് വെള്ളമായിപ്പോയി. അന്നേരം ഇദ്ദേഹം വിഷമിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്. അന്നേരം ഇത്രയൊക്കെ വെള്ളം കിട്ടാൻ വേണ്ടി കിണർ കുഴിച്ചിട്ടും അതും ഉപ്പ് വെള്ളമാണല്ലോ. അന്നേരം ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു കീർത്തനം ചെയ്ത് അവിടെ എത്തി. എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു, ഇവിടെ വെള്ളം ഉപ്പ് വെള്ളമായിരുന്നു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭുവും ഭക്തരും ആ കിണറ്റിന് ചുറ്റും കീർത്തനം ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് സാക്ഷാൽ ഗംഗാദേവി ആവാഹിച്ചു. അതിൽ എല്ലാ തീർത്ഥ നദികളെ ആവാഹിച്ചു. എന്നിട്ട് അവരെല്ലാവരും ആ കിണറ്റിനകത്ത് വന്നു. അതിനുശേഷം ആ വെള്ളം മധുരമായിട്ട് മാറിയുന്നുണ്ട്. ആ കിണർ ഇന്നും ഉണ്ടെന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു കി ജയ്. എന്നിട്ട് നരസിംഹ ക്ഷേത്രത്തിൽ എല്ലാവരും കീർത്തനം ചെയ്തതിന് ശേഷം എല്ലാവരും പ്രസാദം കഴിക്കാനിരുന്നു. എന്നിട്ട് ഭഗവാൻ ഹരിദാസ് ഠാക്കൂറിനോടും വരാൻ പറഞ്ഞു. എന്നിട്ട് ഹരിദാസ് ഠാക്കൂർ വളരെ ദൂരെ തന്നെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു, നീ വരൂ, എല്ലാവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രസാദം കഴിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ നീചനാണ്, അന്യ മതത്തിൽ ജനിച്ചവനാണ്, ഞാൻ നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ എങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിച്ചതിന് ശേഷം ഗോവിന്ദൻ എനിക്ക് പ്രസാദം തരുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിന് പുറത്തേക്കാന്ന് പറഞ്ഞു.
അത്രയ്ക്ക് സാധുവായിരുന്നു നമ്മുടെ ഹരിദാസ് ഠാക്കൂർ. ഹരിദാസ് ഠാക്കൂർജിക്ക് ജയ്. അന്നേരം കാരണം ഭഗവാന്റെ ഈ ലീലയിൽ കുറെ ബ്രാഹ്മണരും പങ്കെടുക്കും. അന്നേരം അവർക്ക് ഹരിദാസ് ഠാക്കൂറിനെ ഒന്നും ഇഷ്ടമല്ല. അത് അവർ ഭക്തരല്ല, പക്ഷെ ക്ഷേത്രത്തിലെ പൂജാരിമാരും അവരൊക്കെ. അന്നേരം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഹരിദാസ് ഠാക്കൂർ മാറിയിരിക്കുകയാണ്. പക്ഷെ ഇത് ഹരിദാസ് ഠാക്കൂറിന്റെ ബുദ്ധിപരം. ഹരിദാസ് ഠാക്കൂർ ആരാ? ബ്രഹ്മദേവനാണ്, ഒറിജിനൽ ബ്രാഹ്മണൻ, ആദി ബ്രാഹ്മണനായ ബ്രഹ്മദേവനാണ് ഹരിദാസ് ഠാക്കൂർ. പക്ഷെ അദ്ദേഹം ലീലയുടെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഇതിൽ വേറൊരു തന്ത്രവും കൂടെ ഉണ്ട്. കാരണം എന്താണെന്നറിയാം, ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു ഏറ്റവും അവസാനം മഹാപ്രഭു കഴിച്ച മഹാപ്രസാദം ഹരിദാസിന് കൊടുക്കും. അന്നേരം ചൈതന്യ മഹാപ്രഭുവിന്റെ മഹാപ്രസാദം കിട്ടാനും കൂടെ വേണ്ടിയായിരുന്നു ഈ തന്ത്രമല്ല. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് മൊത്തത്തിൽ കൊണ്ടുവന്ന് ഹരിദാസ് ഠാക്കൂറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അന്നേരം അതും ഹരിദാസ് ഠാക്കൂറിന്റെ ഒരു തന്ത്രമായിരുന്നു. എന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും ഭക്തരെല്ലാവരും ജപിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഭക്ഷണം കഴിച്ച് ചവച്ച് കുറച്ച് കഴിയുമ്പോൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. പിന്നെ വീണ്ടും എടുത്ത് കഴിഞ്ഞു. എന്നിട്ട് ചവച്ചിട്ട് വീണ്ടും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം രാം. അന്നേരം ഗുരു മഹാരാജ് പറയുന്നു, ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ. കീർത്തനം, പ്രസാദം, സേവനം. കീർത്തനം, പ്രസാദം, സേവനം. വീണ്ടും കീർത്തനം, വീണ്ടും പ്രസാദം, വീണ്ടും സേവനം. കീർത്തനം, പ്രസാദം, സേവനം. കീർത്തനം, പ്രസാദം, സേവനം. കീർത്തനം, പ്രസാദം, സേവനം. അതുകൊണ്ട് മഹാപ്രഭുവിന്റെ ലീലകൾ അതിമധുരം എന്ന് പറയുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഒരു ലീല പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, അല്ലേ? ഇത്രയും ലീലകൾ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ ടോപ്പായിരുന്നു ഇന്നത്തെ ലീല. ഇന്നത്തെ ഈ ലീല ആരാണോ ചർച്ച ചെയ്യുന്നത്, ആരാണോ നേരിട്ട് കണ്ടത്, അവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടനാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൃഷ്ണാവബോധം ഉണരും എന്നാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. ഹരേ കൃഷ്ണ. ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ ചോദിക്കാനുള്ളത്? അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ലീല തീർന്നിരിക്കുകയാണ്. ഈ ലീല വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കുക. ഇന്ന് ഈ വൈകുന്നേരത്ത് നമ്മളൊരു ഏകദേശം 6:30 തുടങ്ങിയ സത്സംഗം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് സത്സംഗമായിട്ട് ഞാൻ കരുതുന്നു. കാരണം അത്രയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷവും ആനന്ദവും അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ സത്സംഗം കേൾക്കുക. എല്ലാവർക്കും ആ ഒരു ആനന്ദം ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ 6:30 നമുക്ക് വീണ്ടും സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു की जय, गौर भक्त वृंद की जय, प्रभुपाद जी की जय, गुरु महाराज की जय.